ഗം ഗണപതിയേ നമഃ. യാ ദേവി സർവഭൂതേഷു ലക്ഷ്മീരൂപേണ സംസ്ഥിതാ നമസ്തസ്യൈ 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 നമോ നമഃ. നമസ്കാരം. കണ്ണൂർ വിഷൻ ജ്യോതിഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ പുതിയ അധ്യായം ആരംഭിക്കുകയാണ്. നമ്മൾ ശനിയുടെ രാശിമാറ്റത്തെക്കുറിച്ചാണ് കഴിഞ്ഞ 2-3 അധ്യായങ്ങളിലായിട്ട് പറഞ്ഞത്. അതിൻ്റെ തുടർച്ചയായ കാര്യങ്ങൾ തന്നെയാണ് ഇന്നും പറയുന്നത്. വിളിക്കേണ്ടവർക്ക് ഈ സമയം വിളിക്കുകയും ചെയ്യാം. പരിപാടിയിൽ പങ്കെടുക്കേണ്ട താല്പര്യമുള്ളവർ ഡേറ്റും സമയവും എടുത്തു വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ പറഞ്ഞു നിർത്തിയത് പൂയം, ആയില്യം, പുണർദത്തിൻ്റെ കാൽഭാഗം കർക്കിടക രാശി, അതിനുശേഷം മകം, പൂരം, ഉത്രത്തിൻ്റെ കാൽഭാഗം, അവിടം വരെ പറഞ്ഞു. അവർ കഷ്ടമത്തിലാണ് ശനി എന്നൊക്കെ പറഞ്ഞു. ഇനി പറയേണ്ടത് ഉത്രത്തിൻ്റെ മുക്കാൽ ഭാഗവും അത്തം ചിത്തിരിയുടെ പകുതി, അതാണ് കന്നിക്കൂർ. കന്നിക്കൂറുകാർ പൊതുവേ അവരെ കൊണ്ട് പറയും കപപ്രകൃതിയായിരിക്കും എന്ന് പറയും. കപത്തിൻ്റെ ശല്യം അവർക്ക് കൂടുതലായിരിക്കും. പിന്നെ പൊതുവെ ഒരു സ്ത്രൈണഭാവം പുരുഷന്മാർക്ക് കണ്ടുവരുന്നു. അതായത് ഒരു സ്ത്രീകളുടെ ശരീരപ്രകൃതി, സ്ത്രീകളുടെയും പുരുഷൻ്റെയും ശരീരഘടനയ്ക്ക് മാറ്റമുണ്ട്. അത് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ സ്ത്രീകളുടെ ശരീരഘടന ഈ കന്നിക്കൂറുകാർക്ക് കൂടുതലായിട്ട് കണ്ടുവരുന്നു. എല്ലാവരും അല്ല പറയുന്നത്, ഭൂരിപക്ഷം ആളുകൾക്കും അങ്ങനെ കാണുന്നു. വെറും പെണ്ണിനെ പോലെ തന്നെ നടക്കുക പോലും ചെയ്യുന്ന ആണുങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ മുട്ടയിട്ട താറാവ് നടക്കുന്നത് പോലെയാണ് നടക്കുക. ചില അത്തങ്കാരും ഉത്തരങ്കാരൊക്കെ. ചിലർ ഭയങ്കരം അതിദീർഘകായന്മാരും വലിയ ശരീര വലിപ്പമുള്ളവരെയും കണ്ടിട്ടുണ്ട്. ചിലർ നന്നേ ഉയരൊക്കെ കുറഞ്ഞിട്ട് അങ്ങനെയുള്ളവരെയും കണ്ടിട്ടുണ്ട്. വണ്ണത്തിന് ആർക്കും വലിയ കുറവുണ്ടാവില്ല. ഒരു വെണ്ണ നെയ്യ് പോലത്തെ ശരീരമായിരിക്കും. തൊട്ട് കഴിഞ്ഞാൽ ഉരുകി പോകുന്ന സൈസ്, അങ്ങനെയുള്ള വെണ്ണ നെയ്യ് കണ്ടിട്ട്. അപ്പോൾ അതാണ് അതിൻ്റെ. അതൊക്കെ ശ്രദ്ധിച്ച് വാച്ച് ചെയ്താൽ നിങ്ങൾക്കും ഞാനീ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അന്ന് ഒരു കോളുണ്ട്, ശേഷത്തിലേക്ക്. ഹലോ 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 എവിടെ നിന്നാണ് വിളിക്കുന്നത്? പയ്യന്നൂരിന്ന്. പറഞ്ഞോളൂ സാർ. അതിൻ്റെ വോളിയം കുറക്കൂ. ഇനി പറയൂ. 1970 ഓക്കെ. നവംബർ 11. നവംബർ 11. രാത്രി 11:50 സമയം. ഓക്കെ. രാത്രി 11:50. നിങ്ങൾ തന്നെയാണോ? അതെ അതെ അതെ. അശ്വതി നക്ഷത്രം? ഓ, അശ്വതി. അതെ 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 അതെ. അശ്വതി നക്ഷത്രം. ഇപ്പം നടക്കുന്നത് രാഹു ദശയാണ്. അപ്പം നിങ്ങളുടെ പ്രായം 55 അപ്പോൾ മാത്രമല്ല ഇപ്പം വേറെ ശനിയും ആരംഭിച്ചിട്ടുണ്ട്. എന്തോ അവിടെ എക്കോ അടിക്കുന്നു. കുറച്ചുകൂടി കുറക്കും വോളിയം. അപ്പോൾ മൊത്തത്തിലൊരു സമയം അത്ര ഒരു ഗുണകരമല്ല നിങ്ങൾക്ക്. മനസ്സിനും ശരീരത്തിനും ഒക്കെ പ്രയാസങ്ങൾ ഉണ്ടാവുന്ന കാലഘട്ടം. അത് ആരോഗ്യപരമായ കാര്യത്തിൽ ശ്രദ്ധിക്കണം. പിന്നെ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ വരുന്ന നോക്കണം.
ആ അതുകൊണ്ട് ചെക്കപ്പൊക്കെ കൃത്യമായിട്ട് ചെയ്യണം. പിന്നെ ആ ഇപ്പം കുറച്ച് കാലമായിട്ട് കണ്ണിന് കാഴ്ച ശക്തിയും കുറയുന്നുണ്ട്. ആ അതെ കുറവാണ്. ആ അപ്പോൾ അത് നിമിത്തം ഉണ്ടാകുന്ന വീഴ്ചയൊക്കെ കണ്ണ് നമ്മളെ ചതിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ആ കാലൊക്കെ വെക്കുന്നതിൻ്റെ കണക്കൊക്കെ തെറ്റിപ്പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല കണ്ണട മേടിച്ച് വെക്കുകയൊക്കെ വേണം. ഒരു മൊത്തത്തിൽ നിങ്ങളൊരു 26 വരെയുള്ള 2-ാം മാസം വരെ ഒരു കൊല്ലം കൂടി നിങ്ങൾ കുറച്ച് ശ്രദ്ധാപൂർവം നീങ്ങേണ്ട സമയമാണ്. രാഹുദശയിൽ ശനിയുടെ അപഹാരം, ഒപ്പം ഈ ഏരശനിയുടെ ആരംഭം. അപ്പോൾ ഇത് മൊത്തത്തിൽ ഒരു വ്യക്തി കരുതലോടുകൂടി നിൽക്കേണ്ട സമയമാണ്. അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഈ രാഹു തുടങ്ങിയതിന് ശേഷം പഴയ അവസ്ഥയൊന്നും ഇല്ല. അത് അപ്പോൾ നിങ്ങൾ താഴോട്ട് പോയി. അപ്പോൾ അതിനു മുമ്പേ നിങ്ങൾ കുറച്ചുകൂടി മെച്ചത്തിൽ കളിച്ചവനാണ്. അപ്പോൾ കുതിരയാണല്ലോ, ഓടിക്കേരുമല്ലോ അശ്വതിക്കാരൻ. പക്ഷെ കാഞ്ഞിരാണ് മരം. ഇപ്പം കയപ്പടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കുറേശ്ശെ. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം. ഞാൻ പറയുന്നതിൻ്റെ ആന്തരിക അർത്ഥം മനസ്സിലാക്കണം. അപ്പോൾ കയപ്പ് പല രൂപത്തിൽ വരുമല്ലോ. അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള കാര്യത്തിലൊക്കെ വളരെയേറെ ശ്രദ്ധ വേണം. അറിയാത്ത ഒരു കാര്യത്തിനും എടുത്തു ചാടരുത്. പിന്നെ ചുറ്റിലും പറ്റിക്കാൻ നിൽക്കുന്നവരുടെ ലോകമാണിത്. എങ്ങനെ മറ്റവനെ കൈനനയാതെ മീനിനെ എങ്ങനെ പിടിക്കുമെന്നുള്ള ചിന്തയിലാണ് മനുഷ്യർ മുഴുവൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ചിട്ട് തട്ടിപ്പിലും വെട്ടിപ്പിലും ഒന്നും പോയി പെട്ടുപോകരുത്. ഞാൻ പറയുന്നത്, അതായത് പലതരത്തിലുള്ള മോഹന വാഗ്ദാനങ്ങളൊക്കെ നൽകിയിട്ടുള്ള തട്ടിപ്പാണല്ലോ ഇപ്പം നടക്കുന്നത്. അപ്പം അതിലൊന്നും പോയി തലവെച്ച് പോകരുത്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ബന്ധങ്ങളിലും കുറച്ച് പിന്നെ കൂട്ടുകുടുംബ ബന്ധങ്ങളിലെല്ലാം കുറച്ച് പ്രശ്നങ്ങൾ വരിക. നിങ്ങൾ പയ്യന്നൂർക്കാർക്ക് ഈ ബന്ധങ്ങളൊക്കെ കുറച്ച് ശക്തിയുള്ള ആൾക്കാരാണ്. അപ്പോൾ അതൊക്കെ കുറച്ച് തകരാറാകുമ്പം അതും മനസ്സിന് പ്രയാസം ഉണ്ടാവില്ലേ? അതൊക്കെ ഇപ്പോൾ ഉള്ള ഫലങ്ങളാണെന്ന് ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് ശരിയല്ലേ? നിങ്ങളുടെ അനുഭവം അല്ലേ? അപ്പോൾ ഇത്രയും കാലം സ്നേഹത്തോടെ പെരുമാറിയ ആൾക്കാർ ഇപ്പൊ അങ്ങനെയല്ലല്ലോ കാണുന്നത്. അതെ, അതാണ് ഞാൻ പറഞ്ഞത്. അതിൽ ഒരു സഹോദരൻ പാമ്പിനെ പോലെ കളിക്കുന്നു. അതെ ആ സഹോദരന്റെ കൂടെയാണ് പണിയെടുത്തോണ്ട് ഇരിക്കുന്നത്. അവർക്ക് ഹോട്ടലാണ്. അവിടെ ഇങ്ങനെ പണിയെടുക്കുന്നത് തേക്കുന്നത് മേടിക്കുന്നത്. പക്ഷെ എപ്പോഴും നിങ്ങൾ വന്നാൽ മതി, സർപ്പത്തിന്റെ മാതിരിയാണ്. സത്യ അത് തന്നെയാണ്. എല്ലാത്ത സർപ്പം ഓരോ സമയം കൈയും തോറും സർപ്പത്തിന് ഏച്ചലി ഞാനാ കൊത്തുന്ന മതി. അത് തന്നെ ഞാൻ പറഞ്ഞത്. അപ്പോൾ അതൊക്കെ നമ്മൾ വളരെ കരുതലോട് കൂടിയിട്ട് ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ ചെയ്യുന്ന ജോലിയിലും മറ്റൊക്കെ അനാവശ്യമായ കുറ്റം പറച്ചിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ വളരെയേറെ ഇതായിട്ട് നടക്കുക. മനസ്സമാധാനം തീരെ കുറവാണ്. ഈ മനസ്സിന് ടെൻഷൻ വന്നു കഴിഞ്ഞാൽ അത് തന്നെ പലതരത്തിലുള്ള രോഗങ്ങൾക്കും കാരണമാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ പരമാവധി മനസ്സിൻ്റെ ടെൻഷൻ നിങ്ങളായിട്ട് കൊടുക്കണ്ട. അപ്പോൾ അതുകൊണ്ട് സൗകര്യം കിട്ടുമ്പോൾ ഈ ക്ഷേത്ര ദർശനമൊക്കെ വളരെ ഗുണം ചെയ്യും. അപ്പോൾ നിങ്ങളെ സുബ്രഹ്മണ്യനെ പോയി കാണാറുണ്ട് അല്ലേ? സുബ്രഹ്മണ്യനെ തന്നെ മുറുകെ പിടിക്കുക. പാമ്പുമായിട്ട് പുള്ളിക്ക് ബന്ധമുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ പ്രധാന ദൈവവും അല്ലേ? അപ്പം അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് നീങ്ങുക. ഒരു വർഷമാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് മനസ്സിലാക്കുക. അത് ഈ ഒരു വർഷം കഴിയാതെ ഒന്നും തന്നെ കാണുന്നില്ല. ഒരു വർഷം കഴിഞ്ഞിട്ട് ചെറിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ ഈ പറയുന്ന പോലെ പണ്ടേ സമയം കിട്ടിയപ്പോഴൊന്നും നിങ്ങൾ കളിച്ചില്ലല്ലോ. അന്നൊക്കെ വെറുതെ നിങ്ങളെ സമയം കളഞ്ഞു എന്നല്ലേ ഞാൻ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ പണ്ട് നിങ്ങൾ ഈ വലിയ രൂപത്തിൽ ഒരു സമയ അനുകൂലം ഉള്ള സമയത്തൊന്നും നിങ്ങൾ വേണ്ട രൂപത്തിൽ ശ്രദ്ധിച്ച് കളിച്ചില്ലല്ലോ. അതിപ്പോൾ നിങ്ങൾക്ക് ദുഃഖമില്ലേ? അന്ന് നിങ്ങൾ വെറുതെ
അതാണ് ആ കളിക്കാൻ ദൈവം ഒരു അവസരം തന്നപ്പോൾ നിങ്ങൾ സഹോദരൻ്റെ കൂടെയായി പോയില്ലേ? അതെ 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 അപ്പോൾ അയാൾ മുതലാളിയായി, നിങ്ങൾ വെറും ജീവനക്കാരനുമായി. അതെ അതെ അങ്ങനെ അങ്ങനെ. അപ്പോൾ ഞാൻ പറയുന്ന അന്ന് നിങ്ങൾ കളിച്ചെങ്കിലോ ഇന്ന് നിങ്ങളും അയാളെക്കാളും നല്ല മുതലാളിയായിട്ടുണ്ടാവുമായിരുന്നു. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, ഇനി കൈവിട്ടു പോയില്ലേ? അല്ല അത് തന്നെ അല്ല അതത്രേ നടക്കുള്ളൂ. ഏതായാലും ചെലവെല്ലാം ജീവിച്ച് കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നുണ്ട്. ബാക്കിയെല്ലാം പിന്നെ അതിനൊന്നും വലിയ വിഷമം വരില്ല, ദൈവാനുഗ്രഹം ഉള്ളവനാണ്. ഓക്കെ ഓക്കെ ഓക്കെ, ദൈവം രക്ഷിക്കട്ടെ, എല്ലാം നന്നായി വരട്ടെ. ഓക്കെ ശരി. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ ഇങ്ങനെ കന്നിക്കൂറുകാരെ കൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഈ മനുഷ്യർ, ഞാൻ അതിൻ്റെ ഇടയിൽ പറഞ്ഞ് ശ്രദ്ധിച്ചോ നിങ്ങൾ, ഈ മറ്റുള്ളവരെ എങ്ങനെ തട്ടിക്കാം എന്നുള്ളത് ഇന്ന് രാവിലെ പത്രത്തിൽ വായിച്ചിട്ട്, ഒരു വാർത്ത വായിച്ചിട്ട്, എനിക്കറിയുന്ന വ്യക്തിയും കൂടിയാണ് അയാൾ. എൻ്റെ നാട്ടുകാരനാണ്, എന്നെ കാണാനൊക്കെ വരുന്നതാണ്. അപ്പോൾ ഇയാൾ എങ്ങനെയാണ് പറ്റിച്ചതെന്ന് നോക്കണം. അയാൾ ഓട്ടോറിക്ഷ ഡ്രൈവറാണ്, 80 വയസ്സുണ്ട്. അയാളുടെ വണ്ടിയിൽ ഒരുത്തൻ കയറുന്നു, നല്ല യോഗ്യൻ. അപ്പോൾ ഇയാൾ ഓട്ടോറിക്ഷയിൽ ഇരുന്നിട്ട് പറയുകയാണ്, ഞാൻ RTO ആണെന്ന്. RTO സ്വാഭാവികമായിട്ടും വണ്ടി ഉള്ള ആൾക്കാർക്ക് RTO എന്നൊക്കെ പറഞ്ഞാൽ ഒരു ബഹുമാനം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇയാളുടെ കയ്യിൽ ഒരു മോതിരമുണ്ട്, ഇതേപോലെയുള്ളൊരു മോതിരം. ഇതിൻ്റെ നല്ല ഡിസൈനാണല്ലോ. അതുകൊണ്ട് ഞാൻ എൻ്റെ ഭാര്യയെ ഇതൊന്ന് കാണിച്ചിട്ട് വരാം, അവൾ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ മോതിരവും മേടിച്ചിട്ട് ഇയാളുടെ വിശ്വാസത്തിന് വേണ്ടി ഒരു മൊബൈലും ഇയാളുടെ കയ്യിൽ കൊടുത്തു. പിന്നെ ഒരു ബാഗും, പുതിയ ബാഗും ഓട്ടോറിക്ഷയിൽ വെച്ചു. ആ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയത് മാത്രമേ ഈ പാവത്തിന് ഓർമ്മയുള്ളൂ. അവൻ അതും കൊണ്ട് പോയി. 3/4 പവൻ്റെ മോതിരം 45,000 റുപ്യ, 48,000, 50,000 റുപ്യോളായി. ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം അയാൾ എന്തായാലും സമ്പന്നനായിരിക്കില്ലല്ലോ, ഒരു സാധാരണക്കാരനായിരിക്കും. അയാൾക്ക് 50,000 പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസത്രയാണ്. അതായത് പണ്ടാരും നമ്മളെ കണ്ണൂർ ഭാഷയിൽ നയിച്ച് തിന്നാൻ താല്പര്യമില്ല. അതാണ് നയിക്കുക എന്ന് പറഞ്ഞാൽ പണിയെടുക്കുക എന്നാണ്. അപ്പോൾ യൂട്യൂബ് കയറുന്നതുകൊണ്ട് അത് വിശദീകരിക്കുകയാണ്. കണ്ണൂർ ഭാഷയിൽ അങ്ങനെ ഒരു കൊളോക്കലായിട്ട് പറയും, നയിച്ച് തിന്നുക, പണിയെടുത്തിട്ട് ഭക്ഷണം കഴിക്കുക. അത് പണിയെടുക്കാതെ ഭക്ഷണം കഴിക്കണം എന്ന് വിചാരിക്കുന്നവനാണ്, ഒത്ത ആരോഗ്യമുള്ളവനാണല്ലോ. ഒരു RTOയുടെ ലുക്കൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ അല്ലാതെ ഇയാൾക്ക് ഈ പറ്റില്ലല്ലോ, അബദ്ധം. അപ്പോൾ നല്ല ഒത്ത ആരോഗ്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏത് തരത്തിലുള്ള പണിയെടുത്തു കഴിഞ്ഞാൽ ഇന്ന് പണിയെടുക്കാൻ തയ്യാറുള്ള ഒരാൾക്ക് 1000-1500 റുപ്യ ഉണ്ടാക്കുന്നതിന് യാതൊരു പ്രയാസവുമില്ല. അത് റോഡ് സൈഡിൽ ഓറഞ്ച് വിൽക്കുന്നവനും ബിരിയാണി വിൽക്കുന്നവനും ഒക്കെ അങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. അതിന് അവൻ്റെ ഓരോ താല്പര്യമുള്ളവൻ്റെ മുമ്പിൽ വഴി താനേ തെളിയും. പണിയെടുക്കണമെന്നുള്ള മനസ്സുണ്ടാവുക. ഇനി ഒരു ടാക്സി ഡ്രൈവറായാലും ദൈവം സഹായിച്ചിട്ട് നല്ല നിലയിൽ ജീവിച്ചു പോകാം. ഇനി നല്ല ഹോട്ടലിൽ കയറി കുറച്ച് ടിപ്പും കൂടി കിട്ടുന്ന ഹോട്ടലാണെങ്കിൽ അങ്ങനെയും ധാരാളമായിട്ട് ഒരു മാസം 10-40 റുപ്യ ഉണ്ടാക്കുന്ന ഒരു പ്രശ്നവുമില്ല, ചിലവും കഴിയും. ഇതിനൊന്നും തയ്യാറില്ല. എന്നിട്ട് ഇതേപോലെയുള്ള പാവപ്പെട്ടവനെ, ഇതൊരു സമ്പന്നനെയാണെങ്കിൽ ശരി, അയാൾക്കതൊന്നും ഒരു വിഷയമായിരിക്കില്ല. ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിക്ക് 50,000 എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവം തന്നെയല്ലേ. ഇതാണ് ഞാൻ പറഞ്ഞത്, പണം പിടുങ്ങുക ഏത് രൂപത്തിലും. അത് വലിയ രൂപത്തിൽ പിടുങ്ങുന്നവരുണ്ട്, ഇതേപോലെ ചെറിയ രൂപത്തിൽ പിടുങ്ങുന്നു. എങ്ങനെയായാലും പിടുങ്ങലിന് കുറവില്ല. ഇതൊരു ഭയങ്കരമായ രൂപത്തിൽ വന്നിരിക്കുന്നു. ഇന്നലെ ഒരുത്തനെ പിടിച്ച് 100 കേസിൽ പ്രതിയാണെന്നാണ് പറഞ്ഞത്. ഞാൻ ഇതിൽ വായിച്ചതാണ്, നമ്മളെ കണ്ണൂർ വിഷൻ്റെ തന്നെ വാർത്തയിൽ കേട്ടതാണ്.
100 കേസിൽ തീപ്പൊരി സന്തോഷം. ഇത് ഇവനെ മറ്റോ വല്ല പുല്ലിലോ കൊണ്ട് ഇട്ടാൽ ആകെ കത്തിപ്പോവില്ലേ? അവൻ്റെ പേര് തന്നെ തീപ്പൊരി സന്തോഷ്. 100 കേസിലെ 100 കവർച്ച കേസിലെ പ്രതിയാണെന്നാണ് പറയുന്നത്. തീപ്പൊരി തന്നെ. ഇതാണ് ഇപ്പം ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്. വളരെ പക്ഷേ 90% പിടിക്കുന്നുണ്ട്. അതാണൊരു ഇത്. പിന്നെ 90 99% പിടിക്കുന്നുണ്ട്. 1% രക്ഷപ്പെടുള്ളൂ. കാരണം ആ CCTV വന്ന മുതൽ അങ്ങനെ ഒരു ഗുണമുണ്ട്. ഒരു കോളുണ്ട്. ഹലോ ഹലോ. ആ ഹലോ. പേടിച്ചു പോയി. തളിപ്പറമ്പെന്നാ വിളിക്കുന്നേ. കുറച്ച് മെല്ലെ പറയൂ. ചെവി ഇങ്ങനെ തറുതല കേൾക്കില്ല. പറയൂ, മെല്ലെ പറയൂ. പറയൂ. 1984 മാർച്ച് 3 ജനിച്ചതാണ്. 1984 മാർച്ച് 3. ഓക്കെ. പകല് 4:25 PM. 4:25 PM. ഓക്കെ. ആരുടേതാണ്? എന്റെ മോന്റെ തന്നെ. നിങ്ങളെ തന്നെയാണോ? എന്റെ മോന്റെ തന്നെ. മോൻ്റെത്. ഓക്കെ. 1984 മാർച്ച് 3. മകൻ പൂരട്ടായി നക്ഷത്രം. ഇപ്പം വയസ്സ് 41 വയസ്സായി. ഇപ്പം നടക്കുന്നത് ബുധൻ്റെ ദശയാണ്. ബുധൻ ഈ 2027 വരെ ബുധനുണ്ട്. ഇപ്പം നടക്കുന്നത് ശനിയുടെ ബുധൻ്റെ ദശ തീരാൻ നോക്കുകയാണ്. ശനിയുടെ അപഹാരമാണ്. അപ്പോൾ ഒരു വേണ്ടത്ര ഒരു പോരാതെ ഏരശനിയുടെ കഴിഞ്ഞ 2.5 വർഷമായിട്ട് ഏരശനിയുടെ കടുത്ത ദോഷം അനുഭവിക്കുകയും ചെയ്ത സമയമാണ്. മൊത്തത്തിലൊരു ഗുണകരമല്ല. ഇപ്പം ജോലി ചെയ്യുന്നുണ്ടോ? ജോലി ചെയ്യുന്നുണ്ട്. പിന്നെ കൊത്തുപണി എടുക്കുന്ന, മരപ്പണി എന്നെ എടുക്കുന്ന. പിന്നെ കല്യാണം ഇതുവരെ ഒന്നും അതവിടെ നിൽക്കട്ടെ. ബാക്കിയുള്ള കാര്യത്തിനൊന്നും കുഴപ്പമില്ലല്ലോ. ഇല്ല, ആരോഗ്യ പ്രശ്നമൊന്നും ഇല്ല. അല്ല, ചെറുപ്പക്കാരനല്ലേ, 41 വയസ്സ്. പണി കൃത്യമായിട്ട് എടുക്കാൻ കഴിയുന്നുണ്ടല്ലോ. പണിയും വരുമാനവും ഉണ്ട്. അത് പിന്നെ കായികാധ്വാനാണ് അല്ലേ? അപ്പോൾ അത് അങ്ങനെ പോകട്ടെ. അത് പിന്നെ ഒന്നും അതിൻ്റെ അപ്പുറം ഒന്നും വരാനൊന്നുമില്ലല്ലോ. ഏതായാലും പിന്നെ ഈ പറയുന്ന കല്യാണ കാര്യത്തിൽ ഇപ്പം മൊത്തത്തിൽ ചെറുപ്പക്കാർക്ക് പെണ്ണിനെ കിട്ടുന്നില്ലല്ലോ. അതിപ്പോൾ ഒരു രക്ഷയില്ലല്ലോ. അല്ലെങ്കിൽ പിന്നെ ചാടിച്ചു കൊണ്ടുവരിക എന്നുള്ളൊരു പരിപാടിയാണിപ്പോൾ നടക്കുന്നത്. അതിന് നിങ്ങളെ മോൻ തയ്യാറുമല്ല. പിന്നെ ഇനി പ്രായവും കഴിഞ്ഞു. ഇനി ഈ പിന്നെ ഇപ്പം നമ്മളെപ്പോലത്തെ പിന്നെ കിളവന്മാർക്ക് പോലും നല്ല ഡിമാൻഡാണ് ഈ മറ്റേ ഈ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ കളിച്ചിട്ട് ഇങ്ങനെ പെമ്പിള്ളേരെ വളക്കുന്നുണ്ടെന്ന് കേട്ടു. അപ്പോൾ അതേപോലെ അങ്ങനെ വളക്കാൻ നിങ്ങളെ മകനിട്ട് വേണ്ടത്ര പരിജ്ഞാനമില്ല. അത് പണ്ടോ മറ്റോ വന്നിട്ട് എൻ്റെ അടുത്തൊക്കെ വന്നിട്ട് അതിൻ്റെ ശിക്ഷണം നേടിയെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കുമായിരുന്നു അതെങ്ങനെയായിരുന്നു. ഇനിയിപ്പോൾ 41 വയസ്സായില്ലേ, ഇനി രക്ഷയില്ല. അപ്പം അതുകൊണ്ട് ഇപ്പം ഒരു നിൽക്കുന്ന വീട്ടിൽ നിന്ന് അവർക്ക് താമസം മാറണമെന്നുണ്ട്. വീട്ടിൽ എപ്പോഴും ഒരു സ്വസ്ഥത ഇല്ല. അല്ല, അതൊക്കെ അതിപ്പം ആവുക അടുത്ത. അതും ഇപ്പം എനിക്കൊരു ഉറപ്പ് പറയാൻ കഴിയുന്നില്ല. അത് എന്താ പറയുക, ഒരു ആ വക വിഷയങ്ങളിലൊന്നും ഒരു ഉറച്ച തീരുമാനം നിങ്ങൾക്ക് പറഞ്ഞു തരാനാവുന്നില്ല എനിക്ക്. കാരണം ഇപ്പോൾ ശനിയുടെ അപഹാരമാണ്. 4-ാം ഭാവത്തിൽ നിൽക്കുന്ന ശനി. അപ്പോൾ വാഹനം 2 വീലർ ഉപയോഗിക്കുന്നുണ്ടോ ഇയാൾ? അത് വളരെ ശ്രദ്ധിക്കാൻ പറയണം. അപ്പോൾ അത് ഏതായാലും പിന്നെ പൊതുവേ അങ്ങനെ ഒരു പിന്നെ ഒരു വർത്തമാനം കുറഞ്ഞൊരു മനുഷ്യനല്ലേ പൊതുവേ. ഒരു ഒതുങ്ങിയ മട്ടിലുള്ള ഒരുത്തനല്ലേ. അതുകൊണ്ട് വലിയ ശത്രുക്കളൊന്നും ഉണ്ടാവില്ല. അങ്ങനെ അല്ല, വല്ലപ്പോഴും 1-2 ശത്രുക്കളിലേക്ക് പിന്നെ തീരെ പോക്കല്ലേ. നമ്മളെപ്പോലെ മൊത്തമായിട്ടുണ്ടാവില്ല. അപ്പോൾ ചെറിയ മട്ടിലൊക്കെ ഉണ്ടാവും. ഏതായാലും പിന്നെ ഇപ്പോൾ ഉള്ള ഈ സമയദോഷം ഒരു 1-2 വർഷം അത്ര നല്ലതല്ല. കല്യാണ കാര്യത്തിലും ഒന്നും പറയാനില്ല എനിക്ക്. ഞാനൊന്നും അതിനെപ്പറ്റി പറയുന്നില്ല. എൻ്റെ നാവ് കൊണ്ട് പറഞ്ഞിട്ട് ദോഷം വരണ്ട.
പിന്നെ ഈ വീട്ടിൽ നിന്ന് മാറിയാൽ അവർക്ക് എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു ആ മാറ്റം വീട്ടിൽ കിട്ടുക? നിന്ന് മാറുന്നത് നല്ലതാണ്. ഇപ്പോൾ ഉള്ള അത് ആരുടെ വീടാണ്? ഇപ്പോൾ ഉള്ള വീട് ആരുടേതാണ്? വീട് നമ്മള് തന്നെ, എന്നാലും ആ പിന്നെ ഒരു പഴയ വീടാണ്, പഴയ കൂട്ടു സ്വത്തായിട്ടുള്ളൊരു. അത് ശരി. ആ അവിടെ കുറേ പേര് കൂടി നമുക്ക് ഒന്നിച്ച് താമസിക്കുകയാണ് അല്ലേ? താമസിച്ചതാണ്, ഇപ്പൊ നമുക്ക് കിട്ടീനി, എന്നാലും പഴയ വീടാണ്. ആ അത് ശരി. ആ പഴയ വീട് 50 വർഷത്തിന് മേലെ പഴക്കമുണ്ടോ? ആ ഒരു 40-45 ആ വയസ്സുണ്ട്. അതിൻ്റെ പഴയ മോഡൽ വീടാണത്. അതെ, ഓടിട്ട വീട്. ഓടിട്ട വീട്. അപ്പം അവിടുന്ന് മാറിക്കഴിഞ്ഞാൽ തന്നെ ഒരു സമാധാനമാവും. അതൊക്കെ വൃത്തിയാക്കിയാലും വൃത്തിയാവില്ലെന്നേ, അതാണ് ഈ കുഴപ്പം. ഇങ്ങനെയുള്ള വീടുകൾ വൃത്തിയാക്കി എടുക്കാനും ആവില്ല. അത് നിങ്ങളടക്കം അതിൻ്റെ വിഷമം അനുഭവിക്കുന്നുണ്ട്. ഏതായാലും നോക്കിയിട്ട് മാറും. പുതിയൊരു വീട്ടിലെത്തുമ്പോൾ ഒരു പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഒരു എനർജി കൂടുതൽ ഉണ്ടാവുമല്ലോ, ഒരു ചൈതന്യം. പുതിയ വീട്ടിന് അങ്ങനെയുണ്ടല്ലോ. അപ്പോൾ നോക്കിയിട്ട് അതിനെല്ലാമുള്ള സാഹചര്യം ഉണ്ടോ, അവസ്ഥ എന്താണെന്നൊന്നും എനിക്കറിയില്ല. നിങ്ങൾ പരിശ്രമിക്കൂ. ഏതായാലും മകൻ്റെ സമയം വെച്ചിട്ട് ഉറപ്പ് ഒന്നിലും തരാൻ സാധിക്കുന്നില്ല. അങ്ങനെയാണ് ഉള്ളത്. പിന്നെ കല്യാണ കാര്യത്തിലും ഒന്നും പറയാൻ കഴിയുന്നില്ല. ശ്രമിച്ചു നോക്കാൻ പറയൂ. ഓക്കെ? ശരി. ഓക്കെ. ഏതായാലും ഈ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ ചതിയിലും വഞ്ചനയിലും പെട്ടുപോകാതെ, അതൊക്കെ ഒരു അദ്ദേഹത്തിൻ്റെ പ്രായ കൂടുതൽ കൊണ്ട് ആയിരിക്കാം ആ ഓട്ടോ തൊഴിലാളിക്ക് അങ്ങനെ സംഭവിച്ചത്. കാരണം ലേശൊരു ഇതുണ്ടെങ്കിൽ എന്താണ്, ഒരു മോതിരം ഭാര്യയൊക്കെ കൊണ്ട് കാണിച്ചു കൊടുത്താന്ന് പറഞ്ഞാൽ ഊരി കൊടുക്കേണ്ട കാര്യമേ ഇല്ല. പക്ഷേ സാധാരണഗതിയിൽ മനുഷ്യർ പിന്നെ എന്താണ്, ഏജ് മാറുമ്പോൾ വേണ്ടത്ര പ്രജ്ഞ നമുക്ക് ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ടായിരിക്കാം അയാളെ തന്നെ തിരഞ്ഞു പിടിച്ചത്. ഇതൊക്കെ ചെയ്യുന്നവന് ഇങ്ങനെയുള്ള ആൾക്കാരെ പറ്റിയ ഒരു ചെറുപ്പക്കാരനെ ചിലപ്പോൾ സാധിക്കണമെന്നില്ല. അപ്പോൾ കുറച്ച് പ്രായമുള്ളൊരു മനുഷ്യനെ നോക്കി ഓട്ടോറിക്ഷ പിടിക്കുക, ഇതൊക്കെ ആസൂത്രിതമായിട്ടായിരിക്കും. അങ്ങനെയാണ്. അപ്പോൾ അത് വന്നിട്ട് ഈ വ്യക്തിക്ക്, ഏതൊരു വ്യക്തിക്കും ഒരു 10-70-75 കഴിയുമ്പോൾ അയാളുടെ ബുദ്ധിക്കും അല്ലെ പ്രജ്ഞക്കും കുറച്ചൊരു ഇടിവ് സംഭവിക്കും. അത് യാഥാർത്ഥ്യമാണ്. അത് ഒരാൾക്കൊരാൾക്കൊന്നുമല്ല. അതുകൊണ്ടാണ് ഈ വലിയ ഉയരത്തിലുള്ള കസേരയിലൊക്കെ ഈ പ്രായം കൂടിയ ആൾക്കാർ ഇരുന്ന് കഴിഞ്ഞാൽ അതും വേണ്ടത്ര നല്ലതല്ല. ഉത്തരവാദിത്തപ്പെട്ട പിന്നെ നേതാക്കന്മാരായിട്ടൊക്കെ ചില ആൾക്കാരൊക്കെ പ്രായമായിട്ട് ഇരിക്കുമ്പോൾ അയാൾക്ക് വേണ്ടത്ര, ഏത് വ്യക്തിക്കായാലും ഈ ഒരു പ്രശ്നമുണ്ടല്ലോ. അത് പിന്നെ അനുഭവജ്ഞാനം കൂടുതലായിരിക്കും. പിന്നെ നേതാക്കന്മാർക്കൊക്കെ മറ്റൊരു കാര്യം, അവർക്ക് ഇങ്ങനെ എന്താ പറയുക, എപ്പോഴും ഇങ്ങനെ ബുദ്ധീനെ ഇങ്ങനെ കൂർപ്പിച്ച് വെക്കുന്നത് കൊണ്ട് സാധാരണ ഒരു ഓട്ടോ തൊഴിലാളിയെ പോലെയൊന്നുമല്ല. നമ്മൾ ഏത് സംഗതിയിലും നമ്മൾ നിരന്തരം ഇടപെടുന്ന വ്യക്തിക്ക്, ഇപ്പം MT വാസു എന്ന ഒരു 91 വയസ്സിൽ മരിക്കുമ്പോൾ അയാളുടെ പ്രജ്ഞക്കൊന്നും അദ്ദേഹത്തിൻ്റെ ഒരു കുഴപ്പവും വന്നിരുന്നില്ല. 74കാരനായ മമ്മൂട്ടിക്ക് പ്രജ്ഞയ്ക്ക് യാതൊരു പ്രശ്നവുമില്ലല്ലോ. ഓരോ വാക്കുകളും അദ്ദേഹം പറയുന്നത് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവില്ലേ. പ്രജ്ഞ പോയിക്കഴിഞ്ഞാൽ അവരുടെ വർത്തമാനങ്ങൾക്ക് മാറ്റം വരും. അപ്പം ഞാനിവിടെ ഇരുന്നിട്ട് വർത്തമാനം പറയുമ്പോൾ എൻ്റെ വർത്തമാനം പണ്ടേ ഉള്ള വർത്തമാനത്തിൽ മാറ്റമൊന്നും വന്നിട്ടില്ല. ഇതേപോലെ തന്നെയാണ് 14 കൊല്ലം 15 കൊല്ലമായിട്ട് നിങ്ങളിത് കേൾക്കുന്നതാണല്ലോ. അപ്പോൾ മറിച്ച് എനിക്കൊരു വ്യത്യാസം വരുന്നു വർത്തമാനത്തിലൊക്കെ. അപ്പോൾ നിങ്ങൾ പറയും, എന്തിലാൽ അത്തും വിത്തും ആയിപ്പോയി, ഇപ്പം എന്തൊക്കെയാണ് പറയുന്നതെന്ന് പറയില്ലേ. അപ്പോൾ അത് പ്രജ്ഞ കുറയുമ്പോൾ വ്യക്തികൾക്ക് സംഭവിക്കുന്ന കാര്യമാണ്. അതെല്ലാ മേഖലയിൽ ഉൾപ്രവർത്തിക്കുന്നവർക്കും അതുണ്ട്. അത് ഒരു യാഥാർത്ഥ്യമാണ്. അതാണ് ഈ ചതി വരാൻ കാരണമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതായാലും അത് നിൽക്കട്ടെ. ഞാൻ ജ്യോതിഷത്തിലേക്ക് തന്നെ വരികയാണ്. അപ്പോൾ കന്നിക്കൂറിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഇപ്പോൾ 7ാം ഭാവത്തിൽ കണ്ടകശനി നടക്കുകയാണ്. ഈ സമയം കണ്ടകശനി, 7ലെ കണ്ടകശനി ദാമ്പത്യ ജീവിതത്തിൽ ലഹളയുണ്ടാവും എന്നുള്ളൊരു ബലം പ്രത്യേകം ശ്രദ്ധിക്കണം. ആണായാലും പെണ്ണായാലും വെറുതെ പങ്കാളിയുമായിട്ട്, അല്ലേ തന്നെ ഈ
വാട്സാപ്പും ഇൻസ്റ്റയൊക്കെ വന്നതിന് ശേഷം ഇപ്പം ഡൈവേഴ്സൊക്കെ ഭയങ്കരല്ലേ. അപ്പോൾ ഇത് അതിൻ്റെ പ്രധാന കാരണം സോഷ്യൽ മീഡിയ തന്നെയാണല്ലോ. പിന്നെ റീൽസിന് വേണ്ടി എന്തൊക്കെയോ കളിച്ചു കൂട്ടുക. ഞാനും ഭയങ്കരമായ റീൽസൊക്കെ ഇടുന്ന ആളാണിപ്പോൾ. പക്ഷേ ഞാനൊക്കെ ദേവിയുടെ ഇത് മാത്രമാണ്. ഏതെങ്കിലും പെൺകുട്ടികളെ കൂടെ പോയിട്ട് ചുറ്റിക്കളിച്ച് റീൽസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ശാരദ പണി തരൂലേ. അപ്പോൾ അതേപോലെ ഇപ്പം റീൽസ് ഇടുന്നതെല്ലോ അങ്ങനെ പലതരത്തിലും ഉണ്ടല്ലോ. അതൊന്നും അതിലേക്കൊന്നും കടക്കുന്നില്ല. ഏതായാലും പിന്നെ ഈ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാവുക എന്നത് ഒരു ഫലമാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ആരും അപവാദങ്ങൾ, വൃഥാ അപവാദം എന്നൊരു ഫലം വരിക എന്നുള്ളതും, അപവാദത്തിനൊന്നും ഇപ്പോൾ ആരും ഭയപ്പെടുന്നില്ല, അത് വേറെ കാര്യം. പഴയ കാലമൊന്നുമല്ല. ഇത് ജ്യോതിഷത്തിൻ്റെ അകത്തുള്ള പണ്ടത്തെ കണക്ക് പറഞ്ഞതാണ്. ഇപ്പം ആരാ ഈ അപവാദം പറഞ്ഞവൻ അവിടുന്ന് പറഞ്ഞോട്ടെ എന്ന് വിചാരിക്കാമെന്നല്ലാതെ അതിനൊന്നും ചെവി കൊടുക്കാൻ ആരും തയ്യാറാവുന്നില്ല. പോയിട്ട് പണി നോക്കുമെന്ന് പറഞ്ഞ് നടന്നു പോകുന്ന ആൾക്കാരെ ഞാൻ കാണുന്നുള്ളൂ. എന്നാൽ ചിലരൊക്കെ തളർന്നു പോവുകയും ചെയ്യും, അങ്ങനെയുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഒരു കോൾ ഉണ്ട്, ഞാൻ ഇതിലേക്ക് വീണ്ടും വരാം. ഹലോ. ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ പയ്യന്നൂരിന്നാണ് വിളിക്കുന്നത്. പയ്യന്നൂർ, പറയൂ. സെപ്റ്റംബർ 14, 2000. 2000 സെപ്റ്റംബർ 14. സമയം പറയൂ. രാവിലെ 8 മണി. ആരുടേതാണെന്ന് പറയൂ. മോളതാണ്. എന്താണ് മോളുടെ വിഷയം? എന്താണ്? കല്യാണം കല്യാണ സംബന്ധമായിട്ട്. സംബന്ധമായിട്ട്. അപ്പോൾ കല്യാണ സംബന്ധമായിട്ട് ഇവിടെ ഇപ്പം ബുധൻ്റെ ദശയാണ് നടക്കുന്നത്. അതിൽ കേതുവിൻ്റെ അപഹാരമാണ്. അപ്പോൾ കേതുവിൻ്റെ അപഹാരം നടക്കുന്നത് 25-11 മാസം വരെയുണ്ട്. അതിന് ശേഷം നടക്കുന്നത് ശുക്രാപഹാരമായിരിക്കും. ആ ശുക്രനാണെങ്കിൽ ഇവിടെ നീചത്തിലാണ്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ജാതകം വെച്ചിട്ട് നല്ല വിവാഹം നടക്കാനൊക്കെ യോഗമുണ്ട്. പക്ഷേ തടസ്സം ഉണ്ട്. ആ തടസ്സം പ്രത്യേകിച്ച് ഇപ്പം ഏരശനിയുടെ ശക്തിയും കൂടിയിരിക്കുന്നു. പുരട്ടാതി കാൽഭാഗത്തിൽപ്പെട്ട മോളാണ് നിങ്ങളുടേത്. അപ്പം അതുകൊണ്ട് അവസാനത്തെ പാദമാണ്. അതുകൊണ്ട് പിന്നെ ഏരശനിയുടെ ശക്തിയും അവൾക്ക് ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ വിവാഹ സംബന്ധമായിട്ട് ദോഷങ്ങൾ ഉണ്ട്. അതിന് വേണ്ട പരിഹാരങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യണം. അത് നിങ്ങൾ നേരിട്ട് വന്നാൽ അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യാം. ഇപ്പം ജോലി ചെയ്യുന്നുണ്ടെന്നാണ് കാണുന്നത്. അത് അത് കാണുന്നുണ്ട്. ജോലി സംബന്ധമായിട്ട് ഇനി വലിയ ഉയർച്ചയിലേക്കും പോകുമെന്ന് കാണുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കാത്ത ലെവലിലേക്ക് ഉയർന്നു വരാം. പിന്നെ വിവാഹം കൊണ്ടും വലിയ നേട്ടമുണ്ടാകുന്ന പെൺകുട്ടിയാണ്. മഹാഭാഗ്യവതിയും ദൈവാനുഗ്രഹക്കാരിയൊക്കെയാണ്. പക്ഷെ ഈ ശുക്രന് നീചാവസ്ഥ വന്നതുകൊണ്ട് വിവാഹത്തിന് തടസ്സം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഒന്നൊക്കുമ്പോൾ ഒന്നൊക്കാതെ ഇങ്ങനെ ഒരു കളി ഉണ്ട്. അപ്പോൾ അതിന് വേണ്ട പരിഹാരങ്ങൾ ചെയ്യുന്നതാണ് നല്ലത്. ഈ പ്രായം അതിന് പറ്റിയ സമയമാണ്. അപ്പം അത് നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് തന്നെ ബന്ധപ്പെടൂ. അതിന് എന്താ വേണ്ടതെന്നൊക്കെ ഞാൻ പറയാം. ഓക്കെ. ഇത് ഇനി ഇപ്പോഴുള്ള അപഹാരം ഈ 11 മാസം വരെ. പിന്നെ ശുക്രന്റെ അപഹാരം, അത് നീച ശുക്രനായതുകൊണ്ടാണ് എനിക്കിങ്ങനെ പറയേണ്ടി വന്നത്. നീച ശുക്രനാണ്. അപ്പോൾ ശുക്രന് ബലഹാനിയുണ്ട്. അതുകൊണ്ട് ആ ശുക്രന്റെ ദോഷങ്ങളെ നമുക്ക് മറികടക്കാനുള്ള ചില വിദ്യകളൊക്കെ ഉണ്ട്. ഞാൻ വർഷങ്ങളായിട്ട് പരിഹാര രംഗത്ത് ഒരു വെള്ളി നക്ഷത്രം പോലെ ശോഭിക്കുന്നവനാണല്ലോ ഞാൻ. അതുകൊണ്ട് 27 കൊല്ലമൊക്കെ ഒരു മനുഷ്യൻ ഒരേ ഫീൽഡിൽ ഇങ്ങനെ കളിക്കണമെങ്കിൽ എന്തൊക്കെ ഉണ്ടാവില്ലേ? അപ്പോൾ അതുകൊണ്ട് അതിൽ വിശ്വാസം അർപ്പിച്ചിട്ട് നിങ്ങൾ എന്നെ ബന്ധപ്പെടുക. അത് നമുക്ക് തീർക്കാം. ഓക്കെ 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 ശരി ശരി ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ കന്നിക്കൂറ് കാരക്ക് 7-ാം ഭാവത്തിൽ കണ്ടകശനി നടക്കുന്നു എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിചാരിതമായ ധനനഷ്ടം,
പെട്ടെന്നുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നം, ഇതൊക്കെ പിന്നെ തെറ്റായ പ്രേമത്തിലൊക്കെ വീണു പോവുക, അതും ഇതിൻ്റെ ഒരു ഫലമാണ്. നല്ല പെൺകുട്ടി അപ്പുറം ഉണ്ട്, അതിനെ കാണില്ല, എന്നിട്ട് ഹോൾസെയിലായിട്ട് പ്രേമിക്കുന്ന പെണ്ണിനെ പോയി പ്രേമിക്കും. അങ്ങനെയാണ് ഹോൾസെയിൽ പ്രേമവും ഉണ്ട്. ഇതിനിടെ ഒരു അമ്മ പറഞ്ഞല്ലേ എന്നോട്, 5 പേരാണ് എൻ്റെ മകൾക്ക് കാമുകന്മാർ. സത്യമായിട്ടും പറഞ്ഞതാണ്. അമ്മ ഫോണ് പരിശോധിച്ച് നോക്കി, എങ്ങനെയോ അമ്മ ഇവളുടെ ലോക്ക് ചെയ്ത ഫോണ് അതിൻ്റെ നമ്പർ മനസ്സിലാക്കിയിട്ട് അമ്മ ഇവളെ ഉറങ്ങുമ്പോൾ പരിശോധിച്ചു. ആ പരിശോധനയിൽ അമ്മ മനസ്സിലാക്കിയ കാര്യമാണ് എൻ്റെ മോൾക്ക് 5 കാമുകന്മാരാണെന്ന്. വ്യത്യസ്ത നാടുകളിലായിട്ടാണ്. അതിലൊരാളെ മാത്രമേ ഇവൾ കണ്ടിട്ടുള്ളൂ. ബാക്കി 4 പേരെ കാണാനിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇങ്ങനെ, എന്താ പറയുക, ഇപ്പം അങ്ങനെയാണ്. നമ്മളെല്ലാം ചെറുപ്പത്തിലൊക്കെ പ്രേമമൊക്കെ ഗംഭീരമായിട്ടുണ്ട്. പക്ഷേ 1 2 അതിലപ്പുറത്തേക്ക് ഇങ്ങനെ ഹോൾസെയിലായിട്ട് പ്രേമിക്കുന്ന ആ കാലഘട്ടം ഉണ്ടായിരുന്നില്ല, ആ കാലത്തില്ല. പിന്നെ ഒന്നാമത് ഈ കുത്തിപ്പിടിച്ച് എഴുതുകയൊക്കെ വേണ്ടേ. എന്തെല്ലാം മോഹപ്രതീക്ഷകളായിരുന്നു ഈ അമ്പാറ്റിയുടെ സൗഭാഗ്യം പോലും ഇല്ലാത്തവ. അവർക്ക് അവയാഗ്രഹിക്കുന്ന തീയിൽ വീണ് മരിക്കാനെങ്കിലും യോഗമുണ്ടല്ലോ എന്നൊക്കെയാണ് കത്തെഴുതുക. സാഹിത്യം വേണമല്ലോ. ഞാൻ എഴുതിയതല്ലേ, വേറൊരാൾ എഴുതിയതാണ്. അപ്പോൾ ഇതേപോലെ ഇങ്ങനെയുള്ള ഇന്ന് കുത്തിപ്പിടിച്ച് എഴുതൊന്നും വേണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം വളരെ എളുപ്പമായല്ലോ, കാര്യങ്ങളൊക്കെ വളരെ ഈസിയാണല്ലോ ഇപ്പം. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്തരത്തിലുള്ള കുഴപ്പം പിടിച്ച ബന്ധങ്ങളിലേക്ക് അകപ്പെടുക എന്നുള്ളതും ഈ സമയത്ത് ഫലമാണ്. പിന്നെ അത് നിമിത്തം ചിലപ്പോൾ ധനനഷ്ടം വരാം, പോക്സോ കേസിൽ പ്രതിയാവാം. ഇപ്പം 18 വയസ്സിൽ ചോടിയുള്ള പെൺകുട്ടിയാണെങ്കിൽ സംഗതി പ്രേമ കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പോലീസ് പോക്സോലല്ലേ കേസെടുക്കുക, തീർന്നില്ലേ? ഒരു പോക്സോലൊക്കെ പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്താണ്, ഒരു ജന്മം മുഴുവൻ അങ്ങ് തീർന്നില്ലേ? യൗവനം മുഴുവൻ അങ്ങോട്ട് പണിയായില്ലേ? അതാണല്ലോ അത്. പിന്നെ തെറ്റായിട്ട് ഉപയോഗിക്കുന്ന കേസും ഉണ്ട് ഇപ്പോൾ. കാരണം പോക്സോ ഭയങ്കരമായിട്ട് ചതിക്കാൻ ഉപയോഗിക്കുന്നുമുണ്ട്, അതും വളരെ സത്യമാണ്. നേരിട്ട് അറിയുന്ന 1-2 കേസൊക്കെ ഉണ്ട്. അപ്പോൾ ഏതിനും ഇങ്ങനെയുള്ള സമയത്ത് വ്യക്തി ഇതൊക്കെ ശ്രദ്ധിച്ചോളണം. ഞാൻ 18 വയസ്സിൽ ചോടയുള്ള പെൺകുട്ടിയോടാണോ സംസാരിക്കുന്നത് എന്നൊക്കെ ഈ നക്ഷത്രത്തിൽപ്പെട്ട ആൺകുട്ടികൾ, ചെറുപ്പക്കാർ, അല്ലെങ്കിൽ ചെറുപ്പക്കാരെന്നല്ല, ഇന്നിപ്പോൾ ഈ പിന്നെ കളവന്മാർക്കും ഇതേ രോഗം തന്നെയാണല്ലോ. അതുകൊണ്ട് ആരും വലിയ ഇതൊന്നുമില്ല, പ്രായമൊന്നും ബാധകമല്ലല്ലോ. അപ്പോൾ നമ്മളെ പിന്നെ ഇതിൻ്റെ അകത്ത് രാഘവേട്ടനെ പോലെ, രാഘവേട്ടനെ പ്രേമിച്ച പെണ്ണിനെ കണ്ടില്ലേ, എത്ര ചെറിയ പെണ്ണ, എന്താണപ്പോൾ എന്തോ ഒരു ഈ മറിമായത്തിലുള്ള രാഘവേട്ടൻ പെയിൻ്റൊക്കെ അടിച്ചിട്ട് പെണ്ണിനെയും കൂട്ടി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട്. അപ്പോൾ ഇതേപോലെയാണ് കഥ. അപ്പോൾ ശ്രദ്ധിക്കുക എല്ലാവരും. ഒരു കോളുണ്ട്. ഹലോ ഹലോ ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഇത് തലശ്ശേരി. തലശ്ശേരി, പറഞ്ഞോളൂ. 1985 മെയ് 8. സമയം പറയൂ. പകൽ 12:50. ആരുടേതാണെന്ന് പറയൂ. നിങ്ങളെ തന്നെയാണോ? എൻ്റെ തന്നെയാ. മൂലം നക്ഷത്രം. അതെ. എന്താണ് അറിയേണ്ട വിഷയം? ഒരു ജോലിന്റെ കാര്യങ്ങളും, പിന്നെ ആരോഗ്യവും, പിന്നെ ഫാമിലിന്റെ. അല്ല അതൊക്കെ വ്യാഴമാണ് നിങ്ങൾക്ക്. വ്യാഴം 7-ാം ഭാവത്തിൽ മകരൻ്റെ രാശിയിൽ വ്യാഴം നിന്നാൽ കുടുംബ ബന്ധം തകരാറാവുന്ന ഒരു ഫലമുണ്ട്. അതങ്ങനെ തന്നെയാണോ? അങ്ങനെയല്ലേ ഇപ്പം കുറച്ചായിട്ട്. അതങ്ങനെ ഒരു ബലം 7-ാം ഭാവത്തിൽ
വ്യാഴം, നീച വ്യാഴം. അത് ശരിയാവൂലേ ഇനി? കുറച്ച് വിഷമമാണ്, ഒരുമാതിരി താല്പര്യമില്ലാതൊരു വർത്താനല്ലേ പറയുന്നത്. അങ്ങനെയുള്ള അതെ. അപ്പം അത് ഏതെങ്കിലും ഇപ്പോൾ ചൊവ്വയിൽ ശനിയുടെ അപഹാരമാണ് 25 മാസം വരെ. അത് കഴിഞ്ഞാൽ ചിലപ്പോൾ മാറ്റം വരാം. 9 മാസം വരെ അല്ല, സെപ്റ്റംബർ. അത് കഴിഞ്ഞാൽ ചെറിയ മാറ്റം വരാം ഏതിനും. പിന്നെ ജോലി ചെയ്യുന്നില്ലേ? ജോലി വളരെ കുറവാണ്. എന്നാലും കാര്യങ്ങൾ അങ്ങ് പോകുന്നില്ലേ? അങ്ങനെ പോകുന്നുണ്ട്, തട്ടിമുട്ടി അങ്ങനെ. തട്ടിമുട്ടി, അതെ. അല്ല, ഈ ചൊവ്വ ദശ വന്ന് ചൊവ്വയിൽ ശനിയുടെ അപഹാരം എന്ന് പറഞ്ഞാൽ വളരെ വൃത്തികേടാണ്. അത് 24 മാസം തുടങ്ങിയതാണ്. അത് നിങ്ങൾക്ക് ഏതാണ്ട് കൂട്ടിയാൽ ഞാൻ പറയുന്നത് കറക്റ്റായിട്ട് വരും. അപ്പോൾ 24 അത് മുതൽ ഇങ്ങോട്ട് അഷ്ടമാധിപനാണ് ശനി. അത് 5-ൽ നിൽക്കുകയാണ്. മനസ്സിനും ഒരു സുഖവുമില്ല. ജൂൺ മുതൽ തുടങ്ങിയതാണ്. റെഡി, കറക്റ്റാണ് ഞാൻ പറഞ്ഞത്. മെയ് മാസം അല്ലെ ജൂലൈയിലാണല്ലോ ഇത് തുടങ്ങുന്നത്. അപ്പോൾ റെഡി തന്നെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മനസ്സമാധാനമില്ലാത്തൊരവസ്ഥ അതില്ല, അത് മാത്രമില്ല. അതുകൊണ്ട് കിടന്നുറങ്ങാൻ പറ്റുന്നില്ല. ഉറക്കം 2-3 തവണയൊക്കെ ഞെട്ടുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നു, ഞാൻ ഉള്ളതാണ് ഞാൻ പറയുന്നത്, യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇവിടെ ഉള്ള കാര്യമല്ലാതെ വെറുതെ എന്തെങ്കിലും മറ്റേതെങ്കിലും ഒരുത്തൻ്റെ അനുഭവം പറഞ്ഞിട്ട് നിങ്ങളോട് പറഞ്ഞില്ല. നിങ്ങളുടെ അനുഭവമാണിത്. കാരണം നിങ്ങൾക്ക് ഒരു മനുഷ്യന് കൃത്യമായ ഉറക്കമില്ലെങ്കിൽ നമുക്ക് ആ വ്യക്തി എന്തോ ഒരു മാതിരി ആവും. അപ്പോൾ നിങ്ങളുടെ ഉന്മേഷം നഷ്ടപ്പെടുന്നു, നിങ്ങൾ ആകെ കൂടി ഒരു തളർന്ന അവസ്ഥയിലെത്തുന്നു. അങ്ങനെ തന്നെയുള്ള. അപ്പോൾ ഏതായാലും ഇപ്പോൾ ഉള്ള അവസ്ഥ നമുക്ക് സെപ്റ്റംബറിന് ശേഷം ഇനിയിപ്പം 6 മാസം അതിന് ശേഷം ഒരു മാറ്റം വരും. അതുവരെ ക്ഷമിക്കൂ. ഇപ്പം ആരോടും സംസാരിക്കാനും താല്പര്യമില്ലാതെ ആവുന്നു നിങ്ങൾക്ക്. അതെ, ഒന്നിനും അഗ്നിമാരുത യോഗത്തിന്റെ ഫലം നിങ്ങളിലേക്ക് തന്നെ ഒതുങ്ങുകയാണ്. ആരെയും എനിക്ക് വേണ്ട, എനിക്കാരെയും കാണണ്ട എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിപ്പെടുകയാണ്. അത് വളരെ മോശമാണ്. എന്താ പറയുക, വ്യക്തി തന്നിലേക്ക് തന്നെ ചുരുങ്ങുക എന്നുള്ളൊരവസ്ഥ. അപ്പോൾ നമ്മളൊക്കെ പരാജയപ്പെട്ടു പോകുമ്പോൾ പിന്നെ അത് സാധാരണ മനുഷ്യന്, നിങ്ങളൊരു നോർമൽ മനുഷ്യനാണ്. പിന്നെ മോഹൻലാൽ പണ്ട് പടത്തിൽ പറഞ്ഞു ഞാനൊരു സാധാരണക്കാരനാണെന്ന് പറഞ്ഞ പോലെ അങ്ങനെയാണ്. അപ്പോൾ ആ സാധാരണക്കാരനായ ഒരു മനുഷ്യന് ഇതൊക്കെ താങ്ങാൻ, ഇപ്പം എന്നെപ്പോലെയെല്ലാം കുറച്ചുകൂടി കളി പഠിച്ചവനാണെങ്കിൽ ഒന്ന് താങ്ങും. നിങ്ങൾക്ക് താങ്ങാനാവുന്നില്ല, അതാണ് നിങ്ങളുടെ പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം ഈ ഒരു കാലഘട്ടം ഒന്ന് തരണം ചെയ്യുക. പിന്നെ പ്രാർത്ഥനയിലേക്ക് കിടക്കുക. മറ്റ് പരിഹാരങ്ങൾ എന്തെങ്കിലും വേണമെങ്കിൽ നേരിട്ട് തന്നെ ബന്ധപ്പെടുക. എന്നിട്ട് നമുക്ക് ആരോഗ്യത്തിൻ്റെ അതെ, മൊത്തത്തിൽ ഞാൻ പറഞ്ഞത് ഇതിൽ പറഞ്ഞതിലെല്ലാം പെട്ടു. എല്ലാ കാര്യവും പെട്ടു. ആരോഗ്യം പെട്ടു, ആരോഗ്യ, ദാമ്പത്യം, ജോലി, എല്ലാ മേഖലയും ഇതിൽ പെട്ടു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സെപ്റ്റംബർ വരെയുള്ള സമയം ഏറ്റവും പീരീഡ് മോശമാണ്. സാമ്പത്തികവും അതുകൊണ്ട് തന്നെ വേണ്ടത്ര ഇല്ല. അപ്പോൾ അതും ഒപ്പിച്ചങ്ങനെ പോകുന്നതാണ്. അപ്പോൾ ഏതായാലും ഈ പറഞ്ഞ പീരീഡിന് ശേഷം കുറച്ചൊരു മാറ്റം വരും. ക്ഷേത്രങ്ങളിലൊക്കെ ഒന്ന് വഴിപാടുകളൊക്കെ ചെയ്യുക. ദൈവാനുഗ്രഹമുണ്ട്. 7 വ്യാഴമല്ലേ, നീചവ്യാഴായാലും ദൈവാനുഗ്രഹം പറയാം. കൈവിടില്ല. അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് മുമ്പോട്ട് പോകട്ടെ. ഓക്കെ. ഫാമിലിന്റെ അത് എനിക്കൊരു ഉറപ്പൊന്നും തരാൻ കഴിയില്ല അനിയ. ഉള്ളതാരും തുറന്നു പറയുന്നത് എന്താ, വെറുതെ അത് ഒരു മാതിരി കളിയാണ്. അങ്ങനെയല്ല, വേറെ ഒരു കുടുംബജീവിതം ഉണ്ടാവും. അത് നമ്മളിപ്പം ചിന്തിക്കണ്ട, അതിപ്പം ചിന്തിക്കണ്ട കേട്ടോ. കുറച്ച് കഴിയട്ടെ. സെപ്റ്റംബറിൽ എന്തായാലും ഒരു മാറ്റം ഉണ്ടാവും. നോക്കാം, അത് ഉണ്ടാവും. നമുക്കതിന് ശേഷം ചിന്തിക്കാം. ഇപ്പം തൽക്കാലം അതൊന്നും ചിന്തിക്കാൻ പറ്റിയ സമയമല്ല. ഓക്കെ, ശരി. അപ്പോൾ ഞാൻ പറഞ്ഞത്, അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കണ്ടകശനി നടക്കുന്ന ഈ ആളുകൾക്ക് വളരെയേറെ പിന്നെ കരുതലോടുകൂടി, പിന്നെ വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. പിന്നെ അനാവശ്യമായ യാത്രകൾ, രാത്രി യാത്രകൾ പരമാവധി കുറക്കുക. 2 വീലറൊക്കെ ഉപയോഗിക്കുന്നവരൊക്കെ അപകടം വരുന്നത്, പൊതുവേ ശനിപ്പഴിയുള്ളവരൊക്കെ കണ്ടുവരുന്നത് രാത്രിയാണ്. സന്ധ്യ കഴിഞ്ഞാലാണ് ശനിയുടെ പ്രഭാവം
നമ്മളിലേക്ക് ബാധിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ രാത്രിയത്തെ യാത്ര മദ്യം ഒരു സ്മോൾ അടിക്കുന്ന ആളാണെങ്കിൽ തീരെയും പാടില്ല. മദ്യപിച്ച് വാഹനം തൊടാൻ പാടില്ല. നമുക്ക് കൈക്കും കാലിനുമൊക്കെ കേട് വരുന്ന കേസാണ്. അതുകൊണ്ടാണ് പൊതുവെ ശനിപ്പഴിയുള്ളവർ അഥവാ നിവൃത്തിയില്ലെങ്കിൽ വീട്ടിൽ കൊണ്ടുവന്ന് കുടിക്കുക എന്നല്ലാതെ കുടിച്ചിട്ട് വണ്ടി ഓടിച്ചിട്ട് വരാൻ പാടില്ല. ചില ആളുകൾക്ക് അതൊരു മരുന്ന്, പിന്നെ എന്താ പറയുക, ശ്വാസം കഴിക്കുന്ന പോലെ ഇത് കഴിക്കുന്ന ആളുണ്ടല്ലോ. അവർക്ക് ഒരു ദിവസം പോലും ഒഴിവാക്കിക്കൂടല്ലോ. ഒരു ഗ്യാപ്പിട്ട് കുടിക്കുക എന്നുള്ള സ്വഭാവം പോലും ചിലർക്കില്ല. എല്ലാ ദിവസവും അത് കൃത്യമായിട്ട് വൈകുന്നേരം ആകുമ്പോഴേക്കും അവിടെ പോയിട്ട് ഒപ്പിടണം ബാറിൽ. അപ്പോൾ അത്തരം വ്യക്തികൾ അല്ലെ ഷെയർ ഇട്ടിട്ടാണല്ലോ ഈ ബീവറേജിൽ ഷെയർ ഇട്ടിട്ട് ജവാൻ മേടിച്ചിട്ട് 5 പേര് വീതം വെച്ചിട്ട് കുടിക്കുന്ന ആ ഒരു രംഗം. അപ്പോൾ ഇതേപോലെയുള്ള ഷെയറിട്ട് ഒക്കെ കുടിച്ച് അതൊന്നും ഞാനൊന്നും പറയുന്നില്ല. കാരണം ഇതൊന്നും ആരെയും നന്നാക്കാനൊന്നും ഈ മറ്റേതിലേക്ക് പോകാതിരുന്നാൽ മതി. ഏറ്റവും ഭീകര സാധനം മറ്റേതാണല്ലോ, മയക്കുമരുന്ന്. മോഹൻലാൽ പറഞ്ഞ പോലെ ഡേർട്ടി ബിസിനസ്. അതിലേക്ക് മാത്രം കടക്കാതിരുന്നാൽ മതി. കഞ്ചാവ്, MDMA അങ്ങനെയുള്ള മയക്കുമരുന്ന് അതിലേക്ക് പോകാതെ മദ്യവും തെറ്റ് തന്നെയാണ്. പക്ഷേ മറ്റേതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഇത് അതിപുരാതന കാലം മുതലേ ഉണ്ടല്ലോ. വേദത്തിൽ പോലും പറയുന്നുണ്ട് സോമരസം. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഈ പറയുന്ന സാധനം മനുഷ്യനുള്ള കാലത്തോളം അതുണ്ടാവും. അപ്പോൾ അതിനൊന്നും പിന്നെ ഓരോരുത്തരുടെ സൗകര്യം പോലെയാണ്. ഒരുത്തനെയും ഉപദേശിക്കാൻ പോലും ഞാനൊന്നും ഇപ്പം അങ്ങനെയൊന്നും ഒന്നും പറയാറില്ല. മദ്യപിക്കുന്ന അവനോടും അവൻ്റെ സ്വഭാവമാണ്, അവൻ മദ്യപിക്കും. നമ്മൾ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് പിന്നെ ഈ മദ്യപിച്ചിട്ട് വാഹനം ഓടിക്കുന്നവർ ശ്രദ്ധിക്കണമെന്നേ ഞാൻ പറയുന്നുള്ളൂ. അത് ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞ ഈ വാക്ക് ആരെങ്കിലും സ്മോൾ അടിക്കുന്ന ആളുണ്ടെങ്കിൽ അവർ എൻ്റെ വാക്ക് തള്ളിക്കളയരുത്. അതിന് പിന്നീട് ദുഃഖിക്കേണ്ടി വരും. അത് ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. സ്വാഭാവികമായിട്ടും പിന്നെ എന്താണ് ഇങ്ങനെയുള്ള സമയത്ത് അപകടങ്ങൾ വരിക എന്നുള്ളത് വളരെ വളരെ നോർമലായിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇനി പറയാനുള്ളത് പിന്നെ ഇവരെ കൊണ്ടാണ്. ആരെ? പിന്നെ തുലാം രാശിക്കാരെ കൊണ്ടാണ്. തുലാം രാശിക്കാർക്ക് ഇപ്പോൾ പിന്നെ നല്ല സമയമാണ്. ശനിയുടെ ഏറ്റവും അനുകൂലമായ സമയമാണ്. 6ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുമ്പോൾ, അതായത് തുലാം രാശി ശ്രദ്ധിക്കണം, ചിത്തിരയുടെ പകുതിയും ചോതിയും വിശാഖത്തിൻ്റെ 3/4 ഭാഗവും ചേർന്നതാണ് തുലാം രാശി. പൊതുവേ എന്താണ് ആ രാശിയിൽപ്പെട്ട ആളുകൾ, പ്രത്യേകിച്ചും വിശാഖം ചോതി വൻ വിജയം ഭരിക്കുന്ന ആളുകളായിട്ട് അവരെ കണ്ടുവരുന്നു. ആണായാലും പെണ്ണായാലും. ചിത്തിര നക്ഷത്രക്കാർക്ക് ഗുണവും ദോഷവുമുള്ള ആൾക്കാരുണ്ടാവും. പക്ഷേ ഈ മറ്റേ 2 നക്ഷത്രത്തിൽപ്പെട്ടവർ പൊതുവെ ചോതിക്ക് ഒരു പ്രത്യേകമായ ഇതൊക്കെ ഉണ്ടാവും. സ്വാഭാവികമായിട്ടും ചോതി നക്ഷത്രം അങ്ങനെ പറയുന്നുണ്ട്. ചോദിക്കണ്ട എന്നൊരു വർത്തമാനം പോലും ഉണ്ടല്ലോ. അതുകൊണ്ട് ആ നക്ഷത്രക്കാർക്ക് ഭവന സംബന്ധമായിട്ടും മറ്റൊക്കെ നല്ല ഫലങ്ങൾ ഈ സമയം ഉണ്ടാവും എന്നാണ്. എന്താണ് 6ൽ ശനി സഞ്ചരിക്കുമ്പോൾ അറ തീർക്കും എന്നാണ്. അറയുള്ള വീട്, അതായത് അതിൻ്റെ അർത്ഥം കുറച്ച് നല്ല വീട് തന്നെ എടുക്കാൻ സാധിക്കും. അറ സ്വകാര്യമായിട്ട് പണിയുന്ന സാധനമാണല്ലോ. അപ്പോൾ ധനമുള്ള ആളുകൾ അക്കാര്യവും ശ്രദ്ധിക്കണമല്ലോ. ആരും കാണാതെ നമ്മളെ ധനങ്ങളൊക്കെ വെക്കാൻ പറ്റിയ ചുമരിലും മറ്റൊക്കെ ചില സാധനങ്ങളും സംവിധാനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതൊക്കെ നല്ല ആശാരിക്കും നല്ല മേസ്ത്രിക്കൊക്കെ അറിയാം.
പരസ്യമായ അറിവുമുണ്ട്, രഹസ്യമായ അറിവുമുണ്ട്. ഏതും രഹസ്യമുള്ള അറിയാൻ നല്ലത് ഇന്നത്തെ കാലത്ത്. അപ്പോൾ അത് ഒക്കെ പണിയാൻ പറ്റിയ സമയമാണെന്നാണ് പറയുന്നത്. ഒരു കോൾ ഉണ്ട്. ഹലോ ഹലോ ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഹലോ, ഹലോ കേൾക്കുന്നില്ലേ? ഹലോ, നിങ്ങൾ ഹലോ, വോളിയം കുറക്കൂ. ഹലോ, വോളിയം കുറക്കൂ. ഹലോ, ഹലോ കേൾക്കുന്നില്ലേ? ഹലോ, ഹലോ. നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? ആ, ഞാൻ കേൾക്കുന്നുണ്ട്. ആ ശരി, അവിടുത്തെ വോളിയം കുറച്ച് കുറക്കൂ. ആ പറയൂ. കുറച്ചു. എവിടുന്നാണ് വിളിക്കുന്നത് പറയൂ. 1988 ശരി, ഏപ്രിൽ 26 ഓക്കെ, രാവിലെ 7 മണി ശരി, 5 മിനിറ്റ്. ഓക്കെ. ആരുടേതാണിത്? ഹലോ, മകന്റെയാണ്. മകൻ നക്ഷത്രം. മകൻ നക്ഷത്രം. അതെ. എന്താണ് മകനെ കുറിച്ച് അറിയേണ്ട വിഷയം? എന്താണ് മകന്റെ ജോലിയും കല്യാണവും. ജോലിയും കല്യാണവും. അപ്പോൾ ഇപ്പം നടക്കുന്ന ചന്ദ്രദശയാണ്. ഇത് സമയമൊക്കെ അനുകൂലമാണ്. നിങ്ങൾക്ക് ശ്രമിക്കാം ഇപ്പോൾ. പിന്നെ പെണ്ണ് കിട്ടുന്ന കാര്യം പിന്നെ അത് ഞാൻ ഒന്നും പറയുന്നില്ല. ഇപ്പം നടക്കുന്ന ദശ ചന്ദ്രൻ. ഏത് പ്രായത്തിൽ നടക്കും? അല്ല, ഇപ്പൊ ചന്ദ്രദശയിലാണ് നടക്കേണ്ടത്. 28 വരെ ചന്ദ്രനുണ്ട്. അതില് 2028 വരെ ചന്ദ്രനുണ്ട്. അതിൽ ഏറ്റവും അനുകൂലമായ പീരീഡ് ഇനിയും 1 വർഷം കഴിഞ്ഞിട്ടാണ് ശുക്രാപഹാരം. പക്ഷെ ഇപ്പോഴും നോക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. വലിയ ബാക്കി ജോലികളും ബാക്കിയുള്ള കാര്യത്തിലൊക്കെ വളരെ ഉയരത്തിൽ നല്ല നിലയിലുള്ള ഒരുത്തനായിട്ടാണ് ഇവിടെ കാണുന്നത്. അങ്ങനെയല്ലേ? അല്ല, KSRTC അല്ല, KSRTC കണ്ടക്ടർ അല്ല. അങ്ങനെ അത് അത്ര മോശം പണിയായിട്ട് നിങ്ങൾ കൂട്ടുന്നത്. അത് പത്രത്തിൽ മുഴുവൻ മോശമായിട്ടാണ് പെണ്ണ് കിട്ടാത്തത്. അത് മാറിയില്ല, ശമ്പളമില്ല, കാര്യമില്ല. അല്ല, അത് മാറിയിട്ടൊന്നുമില്ല. അയ്യോ, അതായത് ഇവൻ ഇനിയും നല്ല ജോലി കിട്ടാൻ ഉള്ള സാധ്യതയുണ്ട്. അത് PSC മറ്റോ എഴുതി കഴിഞ്ഞാൽ അങ്ങനെയും ഉണ്ട്. പിന്നെ ഇപ്പം ഈ പറയുന്ന ജോലി സംബന്ധമായിട്ട് എങ്ങനെയോ ഉയർച്ച വരുമെന്നും വലിയ സാമ്പത്തികമായി നിങ്ങളുടെ മകൻ ഉന്നതി പ്രാപിക്കുമെന്നും ജാതകത്തിൽ വിധിയുണ്ട്. ശരി. നിങ്ങൾ തന്നെ ഓർത്ത് വെക്കുക. ഇവന്റെ അപ്പന് വലിയ ആയുസ്സുണ്ടാവും. അപ്പൊ ഞാൻ തന്നെയാ. അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം പിന്നീട് മനസ്സിലാവും. ഓക്കെ. അത് ഒന്ന് പ്രത്യേകം മനസ്സിൽ സൂക്ഷിച്ചു വെക്കുക. പറഞ്ഞത് ഇന്ദുലാൽ നാരായണനാണ്. അതെ, ഞാൻ നിങ്ങളെ കാണുന്ന ആളെ. ദേവിയുടെ അനുഗ്രഹം കിട്ടിയ മനുഷ്യനാണ്. അതുകൊണ്ട് ഓർമ്മിക്കുക. ഓക്കെ, വിവാഹത്തിനൊക്കെ നടക്കും. എന്തെങ്കിലും പരിഹാരം ചെയ്യണമെങ്കിൽ എന്നെ നേരിട്ട് കാണാം. ഓക്കെ, നിങ്ങൾ എന്നെ വിളിച്ച് ബന്ധപ്പെട്ടാൽ മതി. ഓക്കെ. അതുകൊണ്ട് നമുക്ക് ഇന്ന് നമ്മുടെ സമയം ഇവിടെ തീരുകയാണ്. തുലാൻ രാശിക്കാരെ കുറിച്ച് ഇനിയും പറയാനുണ്ട്. അവർക്ക് നല്ല ബലങ്ങളാണല്ലോ. നല്ല ബലങ്ങളാകുമ്പോൾ പറയാൻ എനിക്കും ഉഷാറ് തന്നെയാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, 2 or 3 കൂറുകാർക്ക് പൂർണ്ണമായിട്ട് നല്ല ഫലങ്ങൾ പറയാൻ പറ്റുള്ളൂ. അതിൽപ്പെട്ട ഒരു കൂറാണ് ഈ തുലാം രാശിക്കാർ.
തുലാക്കൂറ്, രണ്ടും ഒന്ന് തന്നെ. രാശിയെന്നും കൂറെന്നും പറയും. ഏതായാലും അവരെക്കുറിച്ച് പറയാം. അടുത്ത അധ്യായത്തിൽ അതിനെ കൂടുതലായിട്ട് പറഞ്ഞു തരാം. അടുത്ത വിഷുവിൻ്റെ തലേന്ന്, വിഷുവിങ് എത്തിപ്പോയി, വിഷുവിൻ്റെ തലേന്നായിരിക്കും നമ്മളെ പരിപാടി. ഏതായാലും അന്ന് ഞാനിവിടെ എത്തും, നമുക്ക് അന്ന് പറയാം. പിന്നെ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള ഫലങ്ങൾ അറിയേണ്ടവർക്കും അതേപോലെ പരിഹാര കർമ്മങ്ങൾ വേണ്ടവർക്കും എന്നെ ഈ ഇവിടെ കാണുന്ന 9388504419 എന്നുള്ള നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വരാം, നേരിട്ട് കാണാം. ഇനി ഓൺലൈനിൽ ഫലം അറിയേണ്ടവർക്ക് ഗൂഗിൾ പേ വഴി ദക്ഷിണ അയച്ച് വാട്സാപ്പിൽ ഡേറ്റും ടൈമും അയച്ചാൽ അങ്ങനെയും ഫലം അറിയാൻ സാധിക്കും. അതൊക്കെ നിങ്ങളുടെ താല്പര്യം പോലെ, താല്പര്യമുള്ളവർ മാത്രം ചെയ്യുക. ജ്യോതിഷത്തിൽ വിശ്വാസമുള്ളവരും താല്പര്യമുള്ളവരും ഉണ്ടാകും, അവരോടാണ് പറയുന്നത്. അല്ലാത്തവർ ഇത് കേട്ട് ചിരിച്ചിട്ട് അങ്ങ് പോവുക, അത്രമാത്രം. ഏതായാലും അത്തരക്കാർക്കും ചിരിക്കാനുള്ള വക ഞാനിങ്ങനെ ഇടയ്ക്ക് പറയുന്നത് കൊണ്ട് രാവിലെ ഒന്ന് ചിരിക്കുന്നതൊന്ന് ഫ്രഷ് ആവുമല്ലോ, അത് നല്ലതാണല്ലോ എന്തായാലും. അതുകൊണ്ട് എന്നെക്കൊണ്ട് ഉപദ്രവമൊന്നും വേറെ ഇല്ലല്ലോ. അതുകൊണ്ട് ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതുകൊണ്ട് എന്നെ കേൾക്കുകയും കാണുകയും ചെയ്തത് നിങ്ങൾക്ക് നന്ദി പറയുന്നു. നമസ്കാരം.